സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള പനമ്പള്ളി നഗറിലെ സ്പോർട്സ് അക്കാദമിയിലെ പാചക തൊഴിലാളികളാണ് ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതാണ്ട് 3.5 മാസത്തോളം ഉള്ള ശമ്പളം ഇവർക്ക് നൽകാനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിരന്തരം ഇവരുടെ പ്രതിസന്ധികൾ അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ശമ്പളം നൽകാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇന്നിവർ സ്പോർട്സ് അക്കാദമിയിലെ മെസ്സ് അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 3.5 മാസത്തോളം ശമ്പളം മുടങ്ങിയിട്ട് ഓണത്തിൻ്റെ ശമ്പളം കിട്ടിയത്, അത് ആഗസ്റ്റിലെ ശമ്പളം കിട്ടിയത് നവംബർ 18 അപ്പോൾ അത് കിട്ടാൻ കാരണം 15 ഞങ്ങൾ നവംബർ 15 പണി മുടക്കുമെന്നുള്ള എല്ലാവരും അറിയിച്ചിട്ട് അത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ജില്ലാ പ്രസിഡൻറ്റും സ്റ്റേറ്റ് സെക്രട്ടറിയും വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിന്മാറിയത്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, മുഴുവൻ ശമ്പളം ഞങ്ങൾക്ക് വേണ്ട, എപ്പോഴും വേണ്ട. മാസത്തിൽ 10,000 രൂപ വെച്ച് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അത് ഇവിടുത്തെ സെക്രട്ടറി അംഗീകരിച്ചെന്നുള്ളതാണ്, ജില്ലാ സെക്രട്ടറി. പക്ഷേ എന്നിട്ടും ഒരു തീരുമാനം ഇന്നുവരെ ഇല്ല. ഇപ്പോൾ 19 പരീക്ഷ കഴിഞ്ഞാൽ 20 സ്കൂൾ പോയിട്ട് അടക്കും. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ, ഞങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം വേണ്ടേ. അപ്പോൾ ഇന്ന് സെക്രട്ടറിയോട് സ്റ്റേറ്റ് പ്രസിഡന്റ് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പൈസ ഇന്ന് വൈകുന്നേരം തരും, ഞങ്ങളെ പിരിച്ചുവിടുമെന്ന് പറയണം. അത് കുഴപ്പമില്ല, പിരിച്ചുവിടാൻ പിരിച്ചോട്ടെ, നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ നോക്കണമല്ലോ. ഒരു സ്ഥലത്തിന് നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, പൈസ തന്നാൽ മതി. ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ ശോചനീയമാണ്. ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും എല്ലാം അവിടെ വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ്. ഇപ്പോൾ കുട്ടികൾ പട്ടിണിയാവില്ല. ഞങ്ങളുടെ മക്കൾ പട്ടിണിയാകുന്നത് ആരും അന്വേഷിക്കുന്നില്ല. ഇവിടെ കുട്ടികൾ പട്ടിണിയാവില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ കുട്ടികൾ പട്ടിണിയായിട്ട് ദിവസങ്ങളായില്ലേ. ചേട്ടാ, ഈ സ്പോർട്സ് മന്ത്രി അടക്കം അല്ലെങ്കിൽ കൗൺസിൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ആദ്യം നമ്മൾ സമരം ചെയ്തതിൽ ഒരു ദിവസം സൂചനപ്പണി മുടക്ക് നടത്തിയ സമയത്ത് ഇടപെട്ടതാണ്. മന്ത്രി നമ്മളോട് ഇടപെട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടറി, ഇവിടുത്തെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് MLA ആയ ശ്രീജിത്ത് സാറും സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടെ ഒരേ ഉദ്യോഗസ്ഥനാണ്. അത് അവർ വിളിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ന് ഉടനെ തന്നെ തുറന്ന് പിള്ളേർക്ക് കാലത്തെ ഫുഡടക്കം ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ ഒരു അരമാസത്തെ ശമ്പളം 9,000 രൂപയോളം തന്നതല്ലാതെ 10 പൈസ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല, ഇതൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും സമരം തുടരാൻ തന്നെയാണ് ഈ ജീവനക്കാരുടെ തീരുമാനം. ക്യാമറമാൻ വിനോദ് തോമസിനൊപ്പം സ്നേഹ മല്ലൈനൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.